ദിവസമായിട്ട് അമൽ നീരദിന്റെ പടത്തിന്റെ പോസ്റ്റേഴ്സ് റിലീസ് ആകുന്നുണ്ടായിരുന്നു. ഇന്നത്തെ പേരും വന്നു, ബോഗൻവില്ല. പക്ഷേ ഇന്നലെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു പോസ്റ്റേഴ്സ് ഒക്കെ കോപ്പി അടിച്ചതാണ് എന്ന രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും അത് നോക്കിയിട്ടുണ്ടായിരുന്നു. ശരിയാണ്, ഓൾഡ് ബോയ് എന്ന സിനിമയുടെ കറക്റ്റ് സെയിം പോസ്റ്ററിന്റെ ഫോർമാറ്റ് തന്നെയാണ്. അമൽ നീരദിന്റെ ഫിലിംസ് മിക്കതും അങ്ങനെയൊക്കെ തന്നെയാണ്. പുള്ളി ഏതെങ്കിലും ഇംഗ്ലീഷ് പടത്തിന്റെ സ്റ്റോറി പുള്ളിയുടെ രീതിയിലാണ് എടുത്തു വെക്കുന്നത് നല്ല രീതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രശ്നങ്ങളൊന്നും അധികം ഉണ്ടാകാത്തത്. പക്ഷേ ഈ ഒരു പടത്തിന്റെ പോസ്റ്ററിലുള്ള സിനിമ, അതായത് ഓൾഡ് ബോയ്, അതിന്റെ ഒരു സ്റ്റോറി ആകാൻ ചാൻസ് ഇല്ല. ഈ ഒരു സെയിം പോസ്റ്റേഴ്സ് തന്നെ ഭീഷ്മപർവത്തിനും കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഇമ്പാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു ഫോർമാറ്റിൽ തന്നെ പോസ്റ്റർ ഡിസൈൻ ചെയ്തത്. ഇത് നോവൽ ഇൻസ്പയർഡ് ആകാൻ ചാൻസ് ഉണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അത് ഏത് നോവലാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ പോയേക്കാം. കുറച്ച് കാസ്റ്റ് ഉള്ള ഒരു പടമാണ്. പിന്നെ പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടിട്ട് വയലൻസ് കാണാൻ നല്ല സാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് റൂത്തിന്റെ ലോകം എന്ന നോവലിന്റെ സ്റ്റോറി തന്നെ ആയിരിക്കാനാണ് സാധ്യത എന്നാണ്. അത് പറയാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ ആ നോവൽ എഴുതിയ ആള് തന്നെയാണ് ഇതിന്റെ സ്റ്റോറി എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം സോഷ്യൽ മീഡിയസിലൊക്കെ അങ്ങനെ വരുന്നത്. പോസ്റ്റേഴ്സ് കണ്ടിട്ട് ചെറിയൊരു സാമ്യമൊക്കെ തോന്നുന്നുണ്ട്. എനിക്കും അങ്ങനെയാണ് പേഴ്സണലി തോന്നിയത്. ഇതിന്റെ സ്റ്റോറിയുടെ തീം എന്താന്ന് വെച്ചാൽ, റൂത്ത് എന്ന യുവതിയുടെയും ഭർത്താവിന്റെയും അവിടെ ജോലിക്ക് നിൽക്കുന്ന വേലക്കാരുടെയും കഥയിലൂടെയാണ് തുടങ്ങുന്നത്. റൂത്ത് എന്ന യുവതിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നുണ്ട്. അതിനെ തുടർന്ന് പുള്ളിക്കാരിക്ക് ഷോർട്ട് ടേം മെമ്മറി ലോസ് വരും. പിന്നീട് ആ ഒരു സിറ്റിയിൽ നിന്ന് യുവതികളെ കാണാതാകുന്നുണ്ട്. പതുക്കെ റൂത്തിലേക്ക് സംശയം വരുന്നതും പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നോവലിൽ പറയുന്നത്. റൂത്ത് തന്നെ അന്വേഷിക്കുന്നതും ത്രില്ലിംഗ് ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സ് അതിനകത്തുണ്ട്. മേ ബി ഇതിൽ നിന്നൊരു ഡിഫറൻസ് ഒക്കെ വരുത്തിയായിരിക്കാം അമൽ നീരദ് എടുത്തു വെക്കുന്നത്. ഇതല്ലാതെ ബോഗൻവില്ല എന്ന് പറഞ്ഞൊരു വേറൊരു നോവലുണ്ട്. മേ ബി അതാകാനും ചാൻസ് ഉണ്ട്. ഈ രണ്ട് നോവൽസും ഫീമെയിൽ ഓറിയന്റഡ് സ്റ്റോറിയാണ്. പക്ഷേ രണ്ടും സൈക്കോളജിക്കൽ ത്രില്ലേഴ്സ് എന്നൊക്കെ പറയാൻ പറ്റുന്ന സ്റ്റോറിയാണ്. കൺഫേം അല്ല, ഏകദേശം സെയിം ആണെന്നാണ് എനിക്ക് പോസ്റ്റേഴ്സ് കണ്ടിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കമൻറ്റ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.